റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെമ്മീൻ മപ്പാസാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. കൊഞ്ച് 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ് വരുമ്പോൾ അത് 300 ഗ്രാം വരും. വലിയ കൊഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടീസ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. പക്ഷേ അത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് മസാല പിടിക്കും. വെളിയിൽ വേണമെങ്കിലും വയ്ക്കാം. ഒരു സവാള, 1 ക്യാപ്സിക്കം, 2 തക്കാളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 8-10 അല്ലി വെളുത്തുള്ളി ഇത് അരിഞ്ഞ് എടുക്കുക. സവാളയും ക്യാപ്സിക്കം, പച്ചമുളക്, തക്കാളി ഇവ നീളത്തിൽ അരിയുക. പാൻ അടുപ്പത്ത് വെച്ച് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനിട്ട് തിരിച്ചും മറിച്ചും ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക.
10 മിനിറ്റ് കഴിയുമ്പോൾ ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് സവാള വഴറ്റി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. ഒരു കഷ്ണം പട്ടയും ഒരു 3-4 ഗ്രാമ്പുവും ഒരു 3 ഏലക്കായും ഇട്ട് ചേർത്ത് ഇളക്കുക. കറിവേപ്പിലയും ചേർക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന കാപ്സിക്കവും ചേർത്ത് വാടി വരാൻ വേണ്ടി 2 മിനിറ്റ് മൂടി വയ്ക്കുക. അതിനുശേഷം തക്കാളിയും ഇട്ട് വഴറ്റി മീഡിയം ഫ്ലെയിമിൽ മൂടി വയ്ക്കുക. അരമുറി തേങ്ങ പിഴിഞ്ഞ് അരിച്ചെടുത്ത് 2ാം പാൽ ആദ്യം ഒഴിക്കുക. അതിനുശേഷം വറുത്തെടുത്ത കൊഞ്ച് ഇതിലേക്ക് ചേർക്കുക. ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ കോൺഫ്ലവർ പാലിൽ കലക്കി ഒഴിക്കുക.
തിളച്ച് വരുമ്പോൾ 1/4 പാൽ ചേർത്തെടുക്കുക. അര ടീസ്പൂൺ കുരുമുളകും ചേർത്ത് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കി, അത് കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് 2-3 മിനിറ്റ് കൂടി മൂടി വയ്ക്കുക. ചെമ്മീൻ മപ്പാസ് തയ്യാറായി. ചപ്പാത്തിയിലൂടെയും അപ്പത്തിനൊപ്പവും കഴിക്കാവുന്ന നല്ലൊരു വിഭവമാണ്. എല്ലാ പേരും ചെമ്മീൻ മപ്പാസ് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഭവവുമായി വീണ്ടും കാണാം.